അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബേസിക് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ CSCBയിലൊക്കെ ആവർത്തിച്ച് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സമയം വേഗം നമുക്ക് എന്താണെന്ന് നോക്കാം. So questions idana. Dash is the art of recording, classifying and summarizing in a significant manner and in terms of money transaction and events which are the part at least of financial character and interpreting the result thereof. എന്താണ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Any form of accounting which enables a business to be conducted more efficiently can be regarded as, അതായത് ഒരു ബിസിനസ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ഏത് അക്കൗണ്ടിംഗ് ആണ് വേണ്ടത് തന്നിരിക്കുന്നവയാണ്. അതായത് എല്ലാ അക്കൗണ്ടിങ്ങും വേണമെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആകുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ഈസ് ഓൾസോ കോൾഡ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിനെ നമ്മൾ എന്താ പറയുക? അത് നമ്മൾ വിളിക്കുക റീപ്ലേസ്മെന്റ് അക്കൗണ്ടിംഗ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് ദാറ്റ് റെക്കഗ്നൈസ് ദ ഇമ്പാക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ periods when revenue and expense occur instead of when cash is reserved or dispersed is called. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അക്രൂവൽ ആണ്. ഞാൻ എന്താണ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ വായിക്കുന്നില്ല, ഓപ്ഷൻ നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. നെക്സ്റ്റ് ആണ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് where the revenue and expense recognition would occur when cash received and dispersed is called. അതായത് ഒരു അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ മാത്രം അത് റവന്യൂ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നു. അത് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് വിളിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്യാഷ് ആണ്. നെക്സ്റ്റ് ആണ് ഡാഷ് they are present obligation arising from past events. It also arises when an asset is created for acquired. അതായത് പ്രസന്റ് ഒബ്ലിഗേഷൻ, അതായത് പാസ്റ്റ് ഈവന്റിൽ നിന്ന് അറൈസ് ചെയ്യുന്ന പ്രസന്റ് ഒബ്ലിഗേഷനുകളെ എന്താണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് വിളിക്കുക? ലാബിലിറ്റീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ഇൻക്രീസ് ഇൻ ഇക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോസ് ഓർ എൻഹാൻസ്മെന്റ് ഓഫ് അസറ്റ് ഓർ ഡിക്രീസ് ഇൻ ദ ലാബിലിറ്റി ദെർബൈ ഇൻക്രീസിംഗ് ഇക്വിറ്റി ആൻഡ് നെറ്റ് വർത്ത്. അതായത് ഇക്വിറ്റി, നെറ്റ്വർത്ത് ഇവ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്കണോമിക് ബെനിഫിറ്റുകൾ അക്കൗണ്ടിംഗ് പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതിന്റെ ഫോമിൽ? ഇൻഫ്ലോസ് ആയിട്ടും അസറ്റ്സ് ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ അതിനെന്താ പറയാ? ഇൻകം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇതാണ്. ഡാഷ് ഈസ് റെസിഡ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ലാബിലിറ്റീസ്. ഡാഷ് ഈസ് ദ റെസിഡ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ്സ് ആഫ്റ്റർ ഡിഡക്ടിംഗ് liabilities. എന്താണ്? ഇക്വിറ്റി ആണ്. ഇക്വിറ്റി ഈസ് ദ റെസിഡ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ് ആഫ്റ്റർ ഡിഡക്ടിംഗ് ലാബിലിറ്റീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് ട്രാൻസാക്ഷൻ ആൻഡ് ഈവന്റ് മസ്റ്റ് ബി എക്സ്പ്രസിബിൾ ഇൻ മോണിറ്ററി ടേംസ്. അതായത് ഓരോ ട്രാൻസാക്ഷനും മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോൺസെപ്റ്റ് ആണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. Question number 10 ഇതാണ്. Dash implies that a business unit is separate and distinct from the person to person who owns control it. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്ന് സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ CSCB എക്സാമുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ആ റൂൾസിൽ നിന്നും അതേപോലെ ടൈപ്സ് ഓഫ് കുറെ നമ്മുടെ എൻറ്റിറ്റി, മണി മെഷർമെന്റ് എൻറ്റിറ്റി, സെപ്പറേറ്റ് എൻറ്റിറ്റി, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ഇതൊക്കെ പ്രീവിയസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് കോൺസെപ്റ്റ് ടെൽസ് ദാറ്റ് ടു റെക്കഗ്നൈസ് റവന്യൂ ടു ബി റിയലൈസ്ഡ്. ഏതാണ്? റിയലൈസേഷൻ കോൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The conventions, concept, rules and procedure that together make up to be accounting accepted in the accounting practices. Accounting practices accept ചെയ്യാവുന്ന ബേസിക് കോൺസെപ്റ്റ്, റൂൾസ്, പ്രൊസീജിയേഴ്സ് അതിനൊക്കെ എന്താ വിളിക്കുക? GAAP ആണ് വിളിക്കുക. നെക്സ്റ്റ് ആണ്. ഡാഷ് ഈസ് ദ ആഫ്റ്റർ ടാക്സ് cash flow generated by business minus the cost of capital is deployed to generate cash flow. ഏതാണ്? EV ആണ്. നെക്സ്റ്റ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ട് ആണ്? അപ്പൊ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് അക്കൗണ്ട് എന്താണ്? ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The dash accounting system provide a system of checks and balances. ഏതാണ്? ഡബിൾ എൻട്രി ബുക്ക് സിസ്റ്റം ആണ്. നെക്സ്റ്റ്.
It means that cash is received by the business from the proprietor. It results from immediate receipt of the cash. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അതായത് ബിസിനസ്സിന് അതിന്റെ പ്രൊപ്പറേറ്ററിൽ നിന്ന് ക്യാഷ് ലഭിച്ചു എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് തന്നെയാണ് ആന്റണി കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000. നെക്സ്റ്റ് ആണ് ഡെപ്റ്റ് മേ ബി ഓഫ് ഡാഷ് ടൈപ്സ്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പ്. അതിന്റെ ക്രെഡിറ്റർ 4 ടൈപ്പിലാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? കോസ്റ്റ് അസർടൈൻമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത്. ഡയറക്റ്റ് കോസ്റ്റ് ക്യാൻ ബി ഇൻകേർഡ് ഐഡന്റിഫൈഡ് വിത്ത്. ഡയറക്റ്റ് കോസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ആണ്. ഈച്ച് യൂണിറ്റ് ഓഫ് ദി ഔട്ട്പുട്ട്. നെക്സ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ്. ഓവർ ഹെഡ് കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ്. എന്തിൻ്റെ ടോട്ടലാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഡാഷ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഈസ് എ ഡാഷ്. ഇംപ്യൂട്ടഡ് കോസ്റ്റിന് നമ്മൾ നോഷണൽ കോസ്റ്റ് എന്നും കൂടി പറയും. ഇംപ്യൂട്ടഡ് കോസ്റ്റിന് നമ്മൾ നോഷണൽ കോസ്റ്റ് എന്നും കൂടി പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്യൂട്ടബിൾ ആകുന്നത് സർവീസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടഡ് ഫോർ. ഏതാണ്? ഓയിൽ റിഫൈനിങ് ഫേംസിനാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ മാറിപ്പോയത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് സർവീസ് ഇൻഡസ്ട്രീസിനും അതേപോലെ പ്രോസസ് കോസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത് ഓയിൽ റിഫൈനിങ് ഫേംസിനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഇൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഇൻ. എത്ര വേസിലാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? എത്ര വേസിലാണ്? സെവറൽ വേസിൽ ചെയ്യാറുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് ഡാഷ്. കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് ഡാഷ്. എന്താണ്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് വാസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡാഷ്. കോസ്റ്റ് അക്കൗണ്ടിങ് വാസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡാഷ്. എന്താണ്? ലിമിറ്റേഷൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് യൂസിങ് 2 or more കോസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർ ദ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ബൈ. മൾട്ടിപ്പിൾ കോസ്റ്റ് ഈസ് എ ടെക്നിക് എന്തിനാണ്? യൂസിങ് 2 or more കോസ്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ മൾട്ടിപ്പിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പേരിൽ തന്നെയുണ്ട് 2 അല്ലെങ്കിൽ അധികമോ കോസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഉപയോഗിക്കുക. എന്തിനാ? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ബൈ. ഏതാണ്? സെയിം ഫേം ആണോ, സെവറൽ ഫേംസ് ആണോ, സെയിം ഇൻഡസ്ട്രി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? സെയിം ഫേം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഈസ് യൂസ്ഫുൾ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോസ്റ്റ് ഈസ് യൂസ്ഫുൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡൻറ്റിഫൈ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ എത്ര എലമെൻറ്റ്സുകളാണുള്ളത്? 3 ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചാർജബിൾ എക്സ്പെൻസസ് ആണ്. ചാർജബിൾ എക്സ്പെൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ക്ലാസിഫൈഡ് ആസ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഏതിൻ്റെ ഹെഡിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? എന്തിൻ്റെ ഹെഡാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വെയർ ഹൗസ് റെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. വെയർ ഹൗസ് നമ്മളതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് വെയർ ഹൗസ്. സാധാരണ തന്നെ നമ്മൾ വെയർ ഹൗസ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ്സ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം. സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ് ഈസ് റെഡ്യൂസ്ഡ് ഫ്രം. എഴുതാൻ നമ്മൾ സെയിൽസ് ഓഫ് ഡിഫക്റ്റീവ് റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്നാണ് നമ്മൾ ഡിഫക്റ്റീവ് റെഡ്യൂസ് ചെയ്യുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻഡർ ഈസ് ആൻഡ് ഡാഷ്. ടെൻഡർ ഈസ് ആൻഡ് ഡാഷ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എസ്റ്റിമേഷൻസ് ഓഫ് സെല്ലിംഗ് പ്രൈസിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് പ്രോഫിറ്റ് ഈസ്.
കോസ്റ്റ് ഓഫ് സെയിൽസ് പ്ലസ് പ്രോഫിറ്റിന് നമ്മൾ എന്താണെന്ന് പറയുക, സെല്ലിംഗ് പ്രൈസാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ്സ്. പ്രൈം കോസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസിനെയാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ടേംഡ് ആസ്. ഡയറക്റ്റ് കോസ്റ്റ്, ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകും? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഒരിക്കലും ഇൻഡയറക്റ്റ് മെറ്റീരിയൽസോ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇതിൽ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ആകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൗണ്ടിങ് ഹൗസ് സാലറി ഈസ് എ പാർട്ട് ഓഫ്. കൗണ്ടിങ് ഹൗസ് സാലറി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ഓവർ ഹെഡ് ആണ് കറക്റ്റായിട്ട് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫാക്ടറി ഓവർ ഹെഡ് ക്യാൻ ബി ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഫാക്ടറി ഓവർ ഹെഡ് ക്യാൻ ബി ചാർജ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ഇതിൻ്റെ ബേസിലാണ്, മെറ്റീരിയൽ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ക്യാൻ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. കറക്റ്റായിട്ടുള്ള ആൻസർ പ്രൈമറി കോസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ക്യാൻ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. കറക്റ്റായിട്ടുള്ള ആൻസർ പ്രൈം കോസ്റ്റ് ആണ്. കറക്റ്റായിട്ടുള്ള ആൻസർ പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ കണ്ടത്? പ്രൈം കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻസ് എക്സ്പെൻസ് പ്രൈം കോസ്റ്റിൻ്റെ ബേസിലാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും അതും പ്രൈം കോസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് കാണുന്നത്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ആണ് തന്നിരിക്കുന്നതിൽ. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോസ് വിച്ച് റിഫ്ലക്ട് ദ മാനേജറൽ എഫിഷ്യൻസി ഇൻ ഹാൻഡ്ലിംഗ് ദ അസറ്റ്സ്. The ratios which reflect the managerial efficiency in handling the asset is. എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടേൺ ഓവർ റേഷ്യോസ് ആണ്. The next question. The ratios which reveal the final result of the manager policies and performance. The ratios which reveal the final result of the managerial policies and performances. അതായത് മാനേജറൽ പോളിസീസും അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ കാണിക്കുന്നത് നമ്മൾ എവിടെയാണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. എൻ്റെ പേരിൽ തന്നെയുണ്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. നെക്സ്റ്റ് നമുക്ക് അങ്ങനെ എന്താ പറയുക? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്താ പറയാം? അതൊരു ടേൺ ഓവർ റേഷ്യോസ് ആണ്. നെക്സ്റ്റ് ആണ് കറൻറ്റ് റേഷ്യോ ഈസ്. നമ്മൾ കറൻറ്റ് അസറ്റിനെ ഓർക്കുക. കറൻറ്റ് അസറ്റിനെ ഓർക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ട്? കറൻറ്റ് അസറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി ഷോർട്ട് ടേം ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഷോർട്ട് പീരിയഡിലേക്കാണ് യൂസ് ചെയ്തത്. സോ കറൻറ്റ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് എ ഡാഷ്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് എ ഡാഷ്. എന്താ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്? ലോങ് ടേം സോൾവൻസി റേഷ്യോ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് എ ഡാഷ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈസ് എ ഡാഷ്. എന്താ ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്? ലോങ് ടേം സോൾവൻസി റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് എ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ കോസ്റ്റിങ്ങിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂലെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങൾ നമുക്കതിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കോസ്റ്റിംഗ് തീരെ അറിയാത്തവരാണെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ പോർഷൻസ് ഒന്നും നോക്കിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിരുത്തി വായിക്കുക. മനസ്സിരുത്തി വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ഓപ്ഷൻസ് നോക്കുമ്പോൾ പല ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ഇത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിക്കുക. എന്നിട്ട് എൻ്റെ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസറുകൾ ലഭിക്കുന്നതായിരിക്കും. സോ
ഇനിയും ക്വസ്റ്റ്യൻസ് ഇതിൽ തീർന്നിട്ടില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാസ്സുമായി തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കാണാം. അതുവരെയ്ക്കും